കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറുന്നു. കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന സൂചന അതാണ്. കേട്ടുകേഴ്വി മാത്രമായിരുന്ന മഹാപ്രളയവും കൊടും വരൾച്ചയും മലയാളി അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പഴി കാലാവസ്ഥാ വ്യതിയാനത്തിനു മേൽ ചാരി രക്ഷപ്പെടാം. ഇനി എന്താണ് മാർഗം? മാറിയ കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക തന്നെ, അല്ലാതെ മറ്റെന്ത് മാർഗം? ഗുരുതരമായൊരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മേഘവിസ്ഫോടനങ്ങളാണത്. കേരളത്തിലും ആവർത്തിക്കുകയാണ് മേഘവിസ്ഫോടനങ്ങൾ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെറും 1.5 മണിക്കൂറിനുള്ളിൽ പെയ്തത് 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ. എന്താണ് ഈ മേഘവിസ്ഫോടനം? കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം. സാധാരണയായി ആഴ്ചകൾ കൊണ്ട് പെയ്യേണ്ടിയിരുന്ന ജലം മണിക്കൂറുകൾക്കുള്ളിൽ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നു. ഇത് നിമിഷ നേരം കൊണ്ട് വലിയൊരു പ്രദേശത്ത് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഇടിക്കും മിന്നലിനുമൊപ്പം ശക്തമായ മണ്ണിടിച്ചിലും ഇത്തരം മേഘവിസ്ഫോടനങ്ങളുടെ അനുബന്ധമായി ഉണ്ടാകാം. ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ ഒരു പ്രദേശത്ത് പെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. തുലാമഴയുടെ സമയത്തും കാലവർഷകാലത്തും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കാലാവസ്ഥയിലെ പ്രകടമായ മാറ്റം മേഘവിസ്ഫോടനങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ലഘു മേഘവിസ്ഫോടനം എന്താണെന്ന് നോക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെൻറ്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയെയാണ് മിനി ക്ലൗഡ് ബസ്റ്റ് അഥവാ ലഘു മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. സഖ്യപർവ്വതത്തിൻ്റെ ചരിവും ജനസാന്ദ്രതയും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. നേരത്തെ മേഘവിസ്ഫോടനങ്ങൾ പ്രവചിക്കാൻ സാധിക്കുമോ? ഇത്രയേറെ അപകടങ്ങൾക്ക് സാധ്യതയുള്ള മേഘവിസ്ഫോടനങ്ങളെ നേരത്തെ തിരിച്ചറിയുക ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെയ്തൊഴിയുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് മാത്രമേ റഡാർ, സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഇവ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇതാണ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ചുരുങ്ങിയ സമയം കൊണ്ട് അസാധാരണമായ രീതിയിൽ മഴമേഘങ്ങൾ പെയ്തൊഴിയുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ കേരളത്തിലുണ്ടാകുന്നത്. ഒട്ടുമിക്ക ജില്ലകളും വെള്ളക്കെട്ടിലകപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതപ്പെയ്ത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണെന്ന് കേരളം. 2018 പ്രളയവും 2019 കവളപ്പാറ ദുരന്തവും 2020 പെട്ടിമുടി ദുരന്തവും കേരളത്തിൻ്റെ മനസ്സുകളിൽ നിന്ന് ഇനിയും ഒഴിഞ്ഞിട്ടില്ല. പ്രധാനമായി 2 മഴക്കാലമാണ് കേരളത്തിലുള്ളത്. ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം, ഇതിനെ ഇടവപ്പാതി എന്ന് വിളിക്കുന്നു. മലയാള മാസം ഇടവമാസത്തിൻ്റെ പകുതിയോടെ പെയ്തു തുടങ്ങുന്നതിലാണ് ഈ പേര്. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഒക്ടോബർ പകുതിയോടെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ വരവാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. തുലാവർഷത്തിൽ പെയ്തു തുടങ്ങുന്ന മഴയാണിത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് രൂപപ്പെട്ട് കാറ്റിൻ്റെ ഗതിയാൽ കേരള തീരത്തേക്ക് വീശുന്നു. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴപ്പെയ്ത്തിനിടയാക്കിയിരുന്നത് തുലാവർഷമായിരുന്നു.